Hi, welcome to Ammus kitchen. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കാൻ നോക്കാം. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ പറയാം. ചെമ്മീൻ ഞാൻ മാഗ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. അതിന് ഞാൻ 1 കപ്പ് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഫിഷ് ഫ്രൈ മസാല, പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മസാല വെച്ചിട്ട് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഫിഷ് ഫ്രൈ മസാല, പാകത്തിന് ഉപ്പ്, പിന്നെ ചെറുനാരങ്ങയുടെ ജ്യൂസ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെ കട്ടിക്കൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മീനിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശരിയാവും ഇത്. ഇനി ഞാൻ ഈ മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഇപ്പം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നമുക്കൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ച ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇപ്പോൾ ഈ ചെമ്മീൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഈ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതൊന്ന് കോരി മാറ്റുകയാണ്. ഇപ്പം എല്ലാം ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇനി നമുക്ക് അടുത്തത് ചെമ്മീൻ റോസ്റ്റിലേക്ക് വേണ്ട മസാല എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിന് ഞാൻ ഒരു വലിയ സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ്, ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് ഞാൻ ചതച്ചെടുത്തിരുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ മഷ്റൂം റോസ്റ്റിലേക്കുള്ള മസാല റെഡിയാക്കാൻ നോക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഞാൻ സെയിം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതേ സെയിം എണ്ണയിലേക്ക് ഞാൻ ഉള്ളി ചേർക്കാണ്. ഈ ഉള്ളി നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിനും ചേർക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ നന്നായിട്ട് റോസ് സ്മെല്ല് മാറി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പകരം ടൊമാറ്റോ ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ്. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുമെന്ന് മാത്രം. ഇതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഷ്രിമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ഷ്രിമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഷ്രിമ്പ് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തോണ്ട് ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്ന് ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടു.
എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഞാനത് അടച്ചു വയ്ക്കാനായിട്ട് പോവാണ്. ഇപ്പം ഞാൻ ഈ ലിഡ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാനത് വെച്ചിട്ട് ഒരു 3 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഷ്രിംപ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്ക് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് എമ്മി കിച്ചൻ.